നടപ്പാതയോ അതോ വണ്ടിപ്പാതയോ? നമ്മുടെ കൊച്ചി മെട്രോ സിറ്റിയാണ്, സ്മാർട്ട് സിറ്റിയാണ്. പക്ഷേ ഒരൊറ്റ ചോദ്യം, ഈ സ്മാർട്ട് സിറ്റിയിൽ ഒരു കാൽനട യാത്രക്കാരന് മനസ്സമാധാനത്തോടെ 2 ചുവട് മുന്നോട്ട് വെക്കാൻ ഒരിടമുണ്ടോ? റോഡിൽ വണ്ടികളുടെ തിരക്ക്, ശരി. അപ്പോൾ പിന്നെ നമ്മൾ എവിടെ നടക്കും? നമ്മൾ നടക്കാൻ വേണ്ടിയാണ് ഈ കാണുന്ന ഫുട്പാത്തുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് കൊച്ചിയിലെ ഫുട്പാത്തുകളുടെ അവസ്ഥ എന്താണ്? ചിലയിടത്ത് കടക്കാരുടെ കയ്യേറ്റം, മറ്റു ചിലയിടത്ത് പാർക്കിംഗ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് റോഡിൽ ചെറിയൊരു ബ്ലോക്ക് കണ്ടാൽ മതി, ചില ബൈക്കുകാരും ഓട്ടോക്കാരും എന്തിന് ബസ്സുകാരും വരെ വലിഞ്ഞു കയറുന്നത് നേരെ ഈ ഫുട്പാത്തിലേക്കാണ്. ഹെൽമറ്റും വെച്ച് ഹോണും അടിച്ച് കാൽനട യാത്രക്കാരുടെ നെഞ്ചത്തോട്ട് വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ഇവന്മാര് പറയുന്നത് മാറി നിൽക്കടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എങ്ങോട്ടാണ് മാറി നിൽക്കേണ്ടത്? റോഡിൽ ഇറങ്ങി നടന്നാൽ പുറകിൽ നിന്ന് വണ്ടി ഇടിക്കും, ഫുട്പാത്തിൽ കയറി നടന്നാൽ മുന്നിൽ വന്ന് വണ്ടി ഇടിക്കും. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ സാധാരണക്കാരൻ ആകാശത്തൂടെ നടക്കണമെന്നാണോ ഈ നിയമലംഘകർ പറയുന്നത്? ഫുട്പാത്ത് എന്നത് ആഡംബരമല്ല, അത് നമ്മുടെ സുരക്ഷയാണ്, അത് നമ്മുടെ അവകാശമാണ്. പ്രായമായവരും ഗർഭിണികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും പേടിച്ചരണ്ട് നടക്കേണ്ടി വരുന്ന ഒരു നഗരത്തിന് എങ്ങനെയാണ് സ്മാർട്ട് എന്ന് പേരിടാൻ കഴിയുക? ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ മടിയുള്ള ചിലരുടെ വെപ്രാളത്തിന് ഇല്ലാതാകുന്നത് സാധാരണക്കാരന്റെ ജീവനാണ്. ഇനി മഴക്കാലമാണ്, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ കൊടിയും പിടിച്ച് പ്രതിഷേധം നടത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇത് വെറും ഒരു അസൗകര്യമല്ല, ഇത് ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അധികാരികൾ ക്യാമറ വെക്കുന്നതും പിഴ ഈടാക്കുന്നതും റോഡിൽ മാത്രമല്ല, ഫുട്പാത്തിലെ ഈ വലിഞ്ഞുകയറ്റത്തിന് നേരെ കൂടെയാകും. ഇനി നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഫുട്പാത്ത് വണ്ടി ഓടിക്കാനുള്ളതല്ല, മനുഷ്യന് നടക്കാനുള്ളതാണ്. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങണം. ഈ അവസ്ഥ മാറണം, സുരക്ഷിതമാകണം നമ്മുടെ കൊച്ചി.